ശ്രീമതി മുഖി ബാലേ പത്മനാഭനി നിന്നിൽ കനിവില്ലായാൽ കാമൻ. ഞങ്ങൾക്ക് കഥയൊന്നും പറയാനൊന്നുമില്ല പ്രത്യേകിച്ച്. എന്താ എന്നെ ഭയങ്കരമായിട്ട് മാനേജ് ചെയ്യാൻ അറിയാം. എനിക്ക് കുറച്ച് ദേഷ്യം കൂടുതല, പക്ഷെ പുള്ളി അതൊക്കെ മാനേജ് ചെയ്ത് ഇങ്ങനെ എന്നെ കൂളാക്കി കൊണ്ട് നടക്കും. ഇതുപോലത്തെ തങ്കപ്പെട്ടൊരു കുട്ടി ഈ കേരളത്തിലുണ്ടാവില്ല. ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്, നമ്മൾ ഒരുമിച്ചാണെങ്കിൽ എൻ്റെ ലൈഫ് ഭയങ്കര ഫണ്ണിയായിരിക്കും, ഹാപ്പി ആയിരിക്കും. പടകള്ള അല്ല, ആളടിപൊളിയാണ് കേട്ടോ. പിന്നെന്താ, ആളടിപൊളിയാണ്. ഞാൻ നന്ദു ഷാജി, ഞാൻ നന്ദു ശങ്കർ എന്ന് വിളിക്കും. എനിക്കതാ വിളിക്കാൻ എളുപ്പം. ഹലോ, ഞാൻ വരുമ്പോ ഒന്ന് സന്തോഷം കൊണ്ടിരിക്കുന്നത് ഞെട്ടണോട്ടോ. മൊത്തം ആ ഒരു എക്സ്പ്രഷനൊക്കെ വരണം. അമ്മക്കുട്ടി ചെറുപ്പകാലം മുതലേ വളരെ ഒരു ഡ്രീമി ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. ഒരുപാട് നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പഠന കാര്യത്തിലാണെങ്കിലും, ജീവിക്കുന്ന കാര്യത്തിലാണെങ്കിലും, ജോലിയുടെ കാര്യത്തിലാണെങ്കിലും, ജോലി ചെയ്ത സ്ഥലത്തിനെ കുറിച്ചൊക്കെ ആണെങ്കിലും ഭയങ്കര അംബീഷ്യസ് ആയിരുന്നു. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരുന്ന കുട്ടിയായിരുന്നു. എപ്പോഴും ചിരിച്ചോണ്ടിരിക്കും, ചിരിച്ച മുഖമാണ് എപ്പോഴും ഉണ്ടാവുക. അതെല്ലാവരും പറയാറുണ്ട്. ബാമക്കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴേക്കും നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുള്ളത്. എന്നും ആ ചിരിച്ച മുഖം ഉണ്ടാവണം തന്നെയാണ് ഞങ്ങളുടെ പ്രാർത്ഥന. മോനെ ഞങ്ങള് പണ്ട് മുതലേ മോനെ പോലെ തന്നെ ഞങ്ങൾ കാണുന്ന പയ്യൻ തന്നെയാണ്. വളരെ എന്താ പറയുന്ന ലാളിത്യമുള്ള ഒരു ചെറിയൊരു പയ്യൻ, അങ്ങനെ കണ്ടിട്ടുള്ളൂ. പിന്നെ കല്യാണമൊക്കെ എടുത്തു കഴിഞ്ഞ് പ്രപ്പോസലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മോൻ തന്നെ ആയി. ನೀತಿಯನು ನೀ ತಿಳಿದು ಓಡುವ ಜಲಧಾರೆಯದು, ಓಘ ಎಂದಿಗೂ ನಿಲದು. ಮಳೆಯ ನೀರು ಹಳೆಯ ಕಳೆಯ ತೊಳೆಯುತ್ತ ಹಸಿರಿಗೆ ಉಸಿರಾಗದೆ മനത നോവകരണ ಮಾಡಿ മರೆയಲು ദുഃഖ. ഇന്നത്തെ ഡേയില് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവിടെ നിന്ന് വന്നപ്പോ മുതല് ഈ ഒരു ഡേ ആവാൻ വേണ്ടിയിട്ടാണ് കാത്തിക്കണേ. ബ്രൈഡൽ ലുക്കിൽ എനിക്ക് എന്നെ എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്ക് അറിയണമായിരുന്നു. നല്ല സർവാഭരണ വിഭൂഷിതയായിട്ട് നല്ല ചിരിച്ച് അണിഞ്ഞൊരുങ്ങി വരുന്ന എല്ലാ അച്ഛനമ്മമാരും കാണുന്ന പോലെ ഞങ്ങളും കണ്ടത് തന്നെയാണ്. കാലചക്രവധു തിരുഗതൈരബഹുദേ ಬದುಕ
ಸರಾಗಲಿ ದುಡಿಮೆಯ ಓಟ ಸಾಧನೆಯ ಪಾಠ ಸಪ್ತಸ್ವರ ಶ್ರುತಿ ಸೇರಿದೆ ಸಂವತ್ಸರ ಶುರುವಾಗಿದೆ ಮಧ್ಯಂತರ ಕಳೆಯಲು ಮುಂದಿದೆ ಮನ್ವಂತರ ಮನಸ್ಸುಗಳಿಗೆ ಕಾಲದ ಗತಿ ಕೇಳದವರ ಗಾಯವು ಮಾಯಲು ಕಾಯಲು ಹೇಳುತ್ತ ಅಕ್ಕರೆಯಲಿ ಆಲದ ಮರ ಬಿಳಲಿನ ಬೆರಳಲಿ ನೆಲದಲ್ಲಿ ಬರೆದಿದೆ ಬೇಸಗೆ ಬಿಸಿ ಕಾಯದೆ ಮುಂಗಾರಿನ ಮಳೆ ಬಾರದು ಕತ್ತಲ ಇರುಳನು ದಾಟದೆ ಮುಂಜಾನೆಯೂ ಬರಲಾರದು. സഞ്ജയന്റെ മകളുടെ കല്യാണം നടത്തി. അതാണ് ഒറ്റ വാക്കി പറഞ്ഞാൽ ഇന്നിവിടെ സംഭവിച്ചത്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് ഞങ്ങൾ തന്നെ അന്തം വിട്ടുപോയി. എല്ലാ കാര്യങ്ങളും എന്ത് അത് സ്റ്റേജ് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴേക്കും എല്ലാം സർപ്രൈസ് ആണെന്നോ സഞ്ജയ് പറയാറുള്ളത്. ഭാമ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭാര്യയുടെ അനിയത്തി എന്നുള്ളതിലുപരി എൻ്റെ സ്വന്തം അനിയത്തിനെ പോലെ തന്നെയാണ് ഭാമ ഞാൻ കാണുന്നത്. എപ്പോഴും നന്നായിട്ട് കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ് അവർ രണ്ടുപേരും. ഭാമയാണെങ്കിൽ അത് എപ്പോഴും ആൾക്കാരായിട്ട് നന്നായിട്ട് കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ അതേപോലെ ഒരാൾ തന്നെയാണ് അനന്തു എന്നും പറയുന്നത്. എന്തായാലും അവരുടെ ലൈഫിൽ നല്ല നല്ല മുഹൂർത്തങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. എന്തായാലും ഞാൻ ഒരുപാട് വിഷ് ചെയ്യുന്നു. ഹാപ്പി മാരീഡ് ലൈഫ് ഫോർ ഭാമ ആൻഡ് അനന്തു. परदेसिया है तेरे प्यार में जब से झनकार सी है दिल के तार में तब से परदेसिया है तेरे प्यार में जब से झनकार सी है दिल के तार में तब से तुम हो मेरे जानता हूँ मगर पहुँचाऊँ तुम तक ये कैसे होगा. जब से मैं कैद हूँ तेरे भी प्यार में तब से परदेसिया है तेरी बत्तियों ने किया परेशान. परदेसिया परदेसिया है तेरी अखियों के दिल पे निशान. परदेसिया परदेसिया है तेरी बत्तियों ने किया परेशान. परदेसिया परदेसिया है तेरी अखियों के दिल पे निशान. परदेसिया परदेसिया है तेरे प्यार में जब से झनकार सी है दिल के तार में तब से